ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് LDF നടത്തിയ സെക്രട്ടേറിയറ്റ് വളയൽ സമരം 12 വർഷത്തിന് ശേഷം പുനരാവിഷ്കരിക്കുന്നു. നിവിൻ പോളി നായകനായ ബി ഉണ്ണികൃഷ്ണൻ സിനിമയുടെ ചിത്രീകരണത്തിനായാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് രാവിലെ മുതൽ സമരം പുനരാവിഷ്കരിച്ചത്. RD എലിമിനേഷൻസും ശ്രീഗോകുലം മൂവീസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ പേര് ഇനിയും തീരുമാനിച്ചിട്ടില്ല. രാഷ്ട്രീയ പ്രാധാന്യമുള്ള സിനിമയാണ് അണിയറയിൽ ഒരുങ്ങുന്നതെന്ന് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ചിത്രീകരണ സ്ഥലത്ത് നിന്നും സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്തെ CPMന്റെ സെക്രട്ടേറിയറ്റ് വളയൽ സമരമാണ് ഇന്ന് ബി ഉണ്ണികൃഷ്ണന്റെ സിനിമയ്ക്കായി പുനരാവിഷ്കരിക്കുന്നത്. ഇതൊരു നിവിൻ പോളി ചിത്രമാണ്. ഇവിടെ അന്ന് ആ കാലഘട്ടത്തിൽ നടന്ന അതേ സമരത്തിന്റെ എല്ലാ ആവേശവും ഉൾക്കൊണ്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഒട്ടനവധി അണികളായിട്ട് ഇവിടെ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ഉണ്ട്. അവർ അത്തരത്തിൽ അന്ന് നടന്ന സമരത്തിന്റെ ഒരു ആവേശവും ചോർന്നു പോകാതെയാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു ചിത്രീകരണം നടക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിനെ പിടിച്ചു കുലുക്കിയ ഒരു സമരത്തിന്റെ ഒരു പുനർചിത്രീകരണമാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത്. കണ്ടു പരിചിതമായ ചില സന്ദർഭങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചേക്കാം. പക്ഷേ ഒരു 1-to-1 സമാനത, അതായത് നേർക്ക് നേരുള്ളൊരു സമാനത ഒരിക്കലും സിനിമയിൽ സാധ്യമല്ല. അത് സിനിമയുടെ പർപ്പസും അല്ല. രാഷ്ട്രീയ പശ്ചാത്തലമുള്ളൊരു സിനിമയാണ്. മറ്റ് വിഷയങ്ങളും ഈ സിനിമയിൽ കൈകാര്യം ചെയ്യപ്പെട്ടു പോകുന്നുണ്ട്. നിവിൻ പോളിയെ ഉമ്മൻചാണ്ടി ആയിട്ടൊക്കെ കാണാൻ പറ്റും. അയ്യോ നിങ്ങൾ പറയുന്ന പോലെ ഇത് അങ്ങനെ ഒരു പ്രതിനിധാനം ഒന്നും ഈ സിനിമയിൽ ഞാൻ അവകാശപ്പെടുന്നില്ല. നിവിൻ പോളിയോടൊപ്പം ബാലചന്ദ്രൻ സാറുണ്ട്, ബന്ധമതി ആളുകളുണ്ട്. റിലീസ് ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. കാര്യം ഇത് നിരവധി ഷെഡ്യൂളുകൾ, നിരവധി സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെ ചിത്രീകരണമുണ്ട്. അപ്പോൾ അതെല്ലാം തയ്യാറായി കഴിഞ്ഞിട്ട് ചെയ്യുന്നു. സെക്രട്ടേറിയറ്റിലെ ഒരു സമര കലുഷിതമായ ഒരു അന്തരീക്ഷം ഇവിടെ സിനിമയ്ക്കായി സൃഷ്ടിച്ചിട്ടുണ്ട്. കസ്റ്റഡി കൊല്ലപ്പെട്ട അനീഷിന്റെ കുടുംബത്തിന് നീതി നടപ്പാക്കുക തുടങ്ങിയതൊക്കെ എഴുതി വെച്ച ഒരു സമരപ്പന്തൽ സിനിമയ്ക്കായി ഒരുക്കിയത് നമുക്ക് ദൃശ്യങ്ങളിലൂടെയൊക്കെ കാണാം. അതുപോലെ തന്നെ ഒട്ടനവധി പേരാണ് ഇവിടെ സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിന്റെ അന്ന് എന്തായിരുന്നോ, എത്ര ആൾക്കാർ പങ്കെടുത്തിരുന്നു, എത്ര വലിയൊരു സമരമായിരുന്നു, എത്ര വലിയൊരു പ്രതിഷേധമായിരുന്നു, അതിന് സമാനമായിട്ടാണ് ഇന്ന് അതേപോലെ തന്നെയാണ് ഇവിടെ ചിത്രീകരിക്കാൻ പോകുന്നത്. ക്യാമറ പേഴ്സൺ കണ്ണൻ തിരുമലയ്ക്കൊപ്പം സനിസ ശോഭാചന്ദ്രൻ, മീഡിയ 1 തിരുവനന്തപുരം.